കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അറബ് ഇസ്രയേൽ സംഘട്ടനം അതിരൂക്ഷമായി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അസ്വസ്ഥ മേഖലകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം വരുന്നു. അസ്വസ്ഥമാക്കപ്പെടുന്ന ചില സംഭവവികാസങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ജമ്മു കാശ്മീരിലുണ്ടായിരിക്കുന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷത്തിലൂടെയാകുന്നു ഇന്ത്യൻ സമൂഹം കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളീയ സമൂഹവും വ്യത്യസ്തമായ ചില കാരണങ്ങൾ കൊണ്ട് വളരെ അസന്തുഷ്ടമായ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരൻ കള്ളിനും കറുപ്പിനും കഞ്ചാവിനും മദ്യത്തിനും മദിരാക്ഷിക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ സമൂഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അശാന്തി പടർത്തിക്കൊണ്ട് ഒരു പുത്തൻ സംവിധാനം കൂടെ ഇവിടെ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് അല്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കോട്ടയത്ത് നടന്ന ഇരട്ടക്കൊലപാതകവും അന്യ സംസ്ഥാന തൊഴിലാളികളും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും എന്ന ചിന്തയാകുന്നു ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കോട്ടയത്ത് നടന്ന ഇരട്ടക്കൊലപാതകം ഒരു ഭാര്യയും ഭർത്താവിനെയും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയായ ആ വ്യക്തിയെയും തൻ്റെ ഭാര്യയെയും നിഷ്ഠൂരമായി ആരോ കൊലപ്പെടുത്തി. അതൊരു അന്യസംസ്ഥാന തൊഴിലാളിയാകുന്നുവെന്ന് പോലീസ് പറയുന്നു. കണ്ടുപിടിക്കപ്പെടുവാനും ഇടയായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഏതെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതായിരിക്കും. ഇതോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാകുന്നു പെരുമ്പാവൂര് ജിഷയും നിമിഷയും അതുപോലെ തന്നെ ആനിക്കാടുണ്ടായ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ആ മരിച്ച മാതാവുമൊക്കെ ഇതിൻ്റെ ഈ പരമ്പരയിൽപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ പിന്നിലെ ചേതോവികാരമെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ വന്നിരിക്കുന്ന അന്യദേശ തൊഴിലാളികൾ അവർ ഇവിടെ വന്ന് പണമുണ്ടാക്കി പണക്കാരുമായി ബന്ധമുണ്ടാക്കി ഇവിടുത്തെ ഏത് തരത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരനും പണക്കാരനുമായ ആളുകൾ, പതിവിൽ കവിഞ്ഞ് അല്ലെങ്കിൽ അളവിൽ കവിഞ്ഞ് പണം കയ്യിലുള്ള ആളുകൾ അവരുടെ നിത്യമായ ജോലിക്ക് വേണ്ടി ഈ അന്യദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ, നമ്മുടെ നാട്ടിലെ കോഴി ഫാമുകൾ, നമ്മുടെ നാട്ടിലെ കെട്ടിട തൊഴിൽ മേഖലകൾ എന്നു വേണ്ട സകല മേഖലകളും അന്യദേശ തൊഴിലാളികൾ പിടിച്ചടക്കി വച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അവരത് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനും ഇടത്തരക്കാരനും ദളിതനും പട്ടികജാതിക്കാരനും പട്ടികവർഗത്തിൽപ്പെട്ടവനും ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ജോലി നഷ്ടപ്പെട്ട ഇവരുടെ മനോവികാരം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും ഇവിടുത്തെ പണമുള്ള ആളുകൾ അന്യദേശ തൊഴിലാളികളെ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വീടുകൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കോട്ടയത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ
കൊല നടത്തിയയാൾ ആ വീട്ടിൽ സ്ഥിരമായി ജോലി ചെയ്ത ആളായിരുന്നെന്നും ഏതോ കാരണത്താൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടതാണെന്നും പത്രദ്വാര നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ വൈരാഗ്യത്തിൽ ചെയ്തതാകുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായി വരും. പക്ഷെ ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇവരെ ജോലിക്ക് വയ്ക്കുമ്പോൾ കുറച്ച് പണം കൊടുത്താൽ മതി എന്നതുകൊണ്ട് അവരെ ജോലിക്ക് വയ്ക്കുവാനിടയായി. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ ദളിതനും പട്ടികജാതിക്കാരനും ഇടത്തരക്കാരനുമായ എത്രയോ ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജോലിയില്ല നഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അവരിലാരെയും വയ്ക്കുവാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഈ അന്യദേശ തൊഴിലാളിയെ വീട്ടിലെ പണികൾ ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. അതിൽ നിന്നുണ്ടായ ഭവിഷ്യത്തായിരുന്നു ഈ മരണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജിഷയുടെ മരണവും അതുപോലെ നിമിഷയുടെ മരണവും അതുപോലെ തന്നെയാകുന്നു. ആനിക്കാടുണ്ടായ ആ മാതാവിൻ്റെ മരണം ഇതിനേക്കാൾ അതിദാരുണമായിരുന്നു. അവരുടെ വീടിൻ്റെ താക്കോൽ വരെ ഈ അന്യദേശ തൊഴിലാളികളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അന്യദേശ തൊഴിലാളിയെ വീടും വീടിൻ്റെ താക്കോലും അമ്മയെയും ഏൽപ്പിച്ചിട്ട് പിതാവ് എവിടെയോ പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് അവർ ഈ കൊല നടത്തി കടന്നുകളയുവാനിടയായിത്തീർന്നത്. സമൂഹം അസ്വസ്ഥമാകുവാൻ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ അന്യദേശ തൊഴിലാളികൾ തട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുറഞ്ഞ പണത്തിന് ജോലിയെടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രം, കുറഞ്ഞ കൂലിക്ക് ജോലിയെടുക്കും എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ മുഴുവനും ഏൽപ്പിച്ച് സർവ്വതും ഏൽപ്പിച്ച് കൈകെട്ടിയിരിക്കുന്ന ഇവിടുത്തെ പണക്കാരായ ആളുകൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാവപ്പെട്ടവനും സാധാരണക്കാരനുമായ ആളുകൾ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്. വരും കാലഘട്ടത്തിൽ ഇവർ സംഘടിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായാൽ അത് കേരളത്തിൻ്റെ മേഖലയെ അസ്വസ്ഥമാക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതായില്ല. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പറയുവാനുള്ളത്, ഇവിടുത്തെ അന്യദേശ തൊഴിലാളികളെ ഒരു പരിധിക്ക് അപ്പുറം കടത്തിവിടാതെ അവിടെ നിർത്തുകയും ഇവിടുത്തെ സാധാരണക്കാരനും പട്ടിണിക്കാരനും പാവപ്പെട്ടവനും ദളിതനും പിന്നോക്കക്കാരനും കൂടെ പണം കൊടുത്ത് ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഇവിടുത്തെ പണക്കാരായ ആളുകൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഏറ്റവും അസ്വസ്ഥമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹത്തിനും കാരണമില്ല. നമ്മുടെ ഹോട്ടൽ മേഖലകൾ എന്ന് വേണ്ട സകല സർവത്ര മേഖലകളും ഈ അന്യദേശ തൊഴിലാളികൾ കൈയടക്കി വച്ചിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ റോഡുകളിലും നമ്മുടെ കടത്തിണകളും ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും ഇടത്തരക്കാരനുമായ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ച കാണുവാൻ കഴിയും. അവരുടെ ഹൃദയം അസ്വസ്ഥമായാൽ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കഠിനമാക്കുകയും ഇവിടുത്തെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കി കേരളത്തിൻ്റെ ഭരണകർത്താക്കളായിരിക്കുന്ന ആളുകൾ അല്പം കൂടെ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ നമ്മുടെ കേരളം ഒരു കാശ്മീറായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വസ്തുത കൂടെ ഈ അവസരം ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഏതായിരുന്നാലും ശരി, വരും കാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ സംജാതമാകാതിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവനവന് കൊടുക്കേണ്ട ജോലിയും അവനവന് കിട്ടേണ്ട പ്രതിഫലമൊക്കെ വാങ്ങിച്ച് അസ്വസ്ഥമാകാതെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു പൈതൃകം കേരളത്തിൽ കെട്ടിപ്പടുത്തെടുക്കുവാൻ ഇവിടുത്തെ മുഴുവൻ ആളുകളും സന്നദ്ധരായാൽ മാത്രമേ നമ്മുടെ സമൂഹം സന്തോഷത്തോടുകൂടെ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അസ്വസ്ഥമാക്കപ്പെട്ട മറ്റു മേഖലകൾ പോലെ കേരളവും അസ്വസ്ഥമാക്കപ്പെടുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്ന ഇത്തരം തൊഴിൽ സംരംഭകരെ അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.